ഹലോ നമസ്കാരം എല്ലാവർക്കും കിക്ക് സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും മറ്റു ISL ക്ലബ്ബുകളുടെയും വാർത്തകൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ 97% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കുക. മനോലോ മാർക്കസിൻ്റെ കീഴിലാണ് ഇന്ത്യൻ ഫുട്ബോൾ നാഷണൽ ടീം കളിക്കാറുള്ളത്. സ്റ്റീം മാച്ചിന് പകരക്കാരനായിട്ടാണ് മനോലോ മാർക്കസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. നിലവിൽ FC ഗോവയുടെ മുഖ്യ പരിശീലകനാണ് മനോലോ മാർക്കസ്. ഇതേസമയം നാഷണൽ ടീമിനെയും ഇദ്ദേഹം പരിശീലിപ്പിക്കുന്നുണ്ട്. മനോലോ മാർക്കസിൻ്റെ ISLലെ അച്ചീവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു ISL ട്രോഫിയും സൂപ്പർ കപ്പും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അത്ര മികച്ച പെർഫോമൻസ് അല്ല മനോലോൻ്റെ കീഴിൽ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഇത് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മനോലോ മാർക്കസിനെ പുറത്താക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അടുത്ത മത്സരത്തിലെ റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും മനോലോയുടെ ഭാവി തീരുമാനിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത മത്സരം വരാൻ പോകുന്നത് ജൂൺ 10 വൈകിട്ട് 5 കൂടിയിട്ടാണ് മത്സരം ആരംഭിക്കാൻ പോകുന്നത്. മനോലോ മാർക്കസ് പുറത്തേക്ക് എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷം പല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ഇവാൻ വുക്കോമാനോവിച്ചിന്റെ പേര് ഉയർത്തുന്നുണ്ട്. ഇവാൻ വുക്കോമാനോവിച്ചിനെ ഇന്ത്യൻ ഫുട്ബോൾ കോച്ചായി നിയമിക്കാനാണ് ഇപ്പോൾ പല ആരാധകരും ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനാണ് ഇവാൻ വുക്കോമാനോവിച്ച്. ഇന്ത്യൻ ഫുട്ബോൾ നാഷണൽ ടീമിന്റെ കോച്ച് ആയി ഇവാനെ കൊണ്ടുവന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ സന്തോഷം തന്നെ ആയിരിക്കും ഇത്. ഏതായാലും മനോലോ മാർക്കസിന്റെ പകരക്കാരനായിട്ട് ആരായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയും കാണാം. നമ്മുടെ ചാനൽ കാണുന്ന 97% ആൾക്കാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രമേ വീഡിയോ കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെക്കും ബൈ ബൈ.